ഇന്നൊരു മോര് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മോര് കറിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതല്ലേ, അതെന്താ ഇത്ര കാണിക്കാമെന്ന്. ശരിയാണ്, എല്ലാ വീട്ടിലും മോര് കറി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആവണം എന്നില്ലല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും ഉലുവയും ജീരകവും കൂടെ പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് 4-5 ചെറിയുള്ളി അരിഞ്ഞതും 3-4 വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കതങ്ങ് മാറ്റാം. ഇനി ഞാൻ കുറച്ച് തൈര് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തതാണ്. അത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ വഴറ്റിയെടുത്ത മിക്സ് ഉണ്ടല്ലോ, അത് തൈരിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇളക്കിയെടുക്കണം. ഇളക്കി നല്ലതുപോലെ ചൂടാക്കി എടുക്കണേ. അപ്പം ഈ സ്റ്റൗവിൽ ഇരിക്കാതെ ചെറിയ പാത്രമാണ് ഇങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ആയതുള്ളതുകൊണ്ട് ഞാനിതിനെ പിടിച്ചു നിർത്തും. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇത് ചൂടാക്കി എടുക്കുക. തിളച്ച് പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. തിളച്ച് പോയാൽ മോരുകറി പോയി. നല്ലതായിട്ട് ചൂടാക്കിയെടുത്താൽ നമ്മുടെ മോരുകറിയുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി മോരുകറിയാണ്. എൻ്റെ വീട്ടിലെ മോര് വിരോധിക്ക് വരെ ഇഷ്ടമുള്ളൊരു മോരുകറിയാണ് കേട്ടോ. പിന്നെ ഈ മോരുകറി കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകിയും കൂടെ വരും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.